പക്ഷേ എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം അബൂക്കെ വ്ലോഗ്സ് അഭിലാഷ്. നമ്മൾ കുറച്ച് നാളുകൾക്ക് ശേഷം വീണ്ടും നമ്മൾ ലോങ് വീഡിയോ ചെയ്യാൻ വന്നേക്കാൻ കേട്ടോ. നമ്മളിപ്പോൾ ഉള്ളത് കുട്ടനെല്ലൂരുള്ള ഇറാം മോട്ടോഴ്സ് മഹേന്ദ്രയുടെ ഷോറൂമിലാണ്. എന്താണെന്നല്ലേ, XUV-യുടെ 3XO എന്ന് പറയുന്ന പുതിയ ഒരു വാഹനം ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ആ ഒരു വാഹനത്തിന്റെ വിശേഷങ്ങളായിരിക്കും ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമ്മൾ ആ ഒരു വിശേഷത്തിലേക്ക് കേട്ടോ. ഓക്കെ, വാ. മച്ചവരപ്പോൾ നമ്മുടെ XUV 3XO-യുടെ കൂടുതൽ വിവരങ്ങൾ പറഞ്ഞുതരാൻ വേണ്ടിയിട്ട് നമ്മുടെ സെയിൽസ് എക്സിക്യൂട്ടീവ് ആയിട്ടുള്ള പ്രതീഷ് ബ്രോ നമ്മളോടൊപ്പം ഉണ്ട്. പ്രതീഷ് ബ്രോ, നമസ്കാരം. അതെ, വീണ്ടും കണ്ടുപിടിക്കാൻ. ഓക്കെ പ്രതീഷ് ബ്രോ, എന്തൊക്കെയാണ് നമ്മുടെ XUV 3XO-ന്റെ പുതിയ കാര്യങ്ങൾ വരുന്നത്? നമുക്ക് ഈ ഒരു XUV 3XO എന്ന് പറഞ്ഞ പ്രോഡക്റ്റ് കംപ്ലീറ്റ്ലി പുതിയൊരു വെഹിക്കിൾ ആയിട്ടാണ് കമ്പനി ലോഞ്ച് ചെയ്തേക്കുന്നത്. 3W-ന്റെ ഒരു സെക്കൻഡ് ജനറേഷൻ എന്നതിലുപരി ഒരു പുത്തൻ പ്രൊഡക്റ്റ് ആയിട്ടാണ് കമ്പനി ഈ ഒരു മോഡലിനെ ഇറക്കിയിരിക്കുന്നത്. നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം, ഒരു വലിയൊരു SUV സ്റ്റാൻസ് തന്നെയാണ് വണ്ടി കാഴ്ചവെക്കുന്നത്. നമ്മുടെ ഈ ഒരു അപ്പർച്ചർ ആംഗിൾ ആയാലും അതുപോലെ തന്നെ വണ്ടിയുടെ ഒരു കമാൻഡിങ് പൊസിഷനാണ് നമുക്ക് ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കുമ്പോൾ ലഭിക്കുന്നത്. ഒരു പക്ക SUV ഒരു സ്റ്റാൻഡും അതുപോലത്തെ ഒരു ഫീലുമാണ് നമുക്ക് ഈ ഒരു വണ്ടിയിൽ കിട്ടുന്നുണ്ടായിരിക്കുക. ഫ്രണ്ടിലേക്ക് വരുമ്പോൾ നമുക്ക് ഫുള്ളി റീഡിസൈൻ ചെയ്തൊരു ഫ്രണ്ട് ഫേസ് ആണ് വണ്ടിക്ക് കൊടുത്തിരിക്കുന്നത്. പുതിയൊരു ഗ്രില്ല് വരുന്നുണ്ട്. അതുപോലെ ഈ ഒരു ലോവർ വീലിന്റെ പോർഷൻ ആയാലും പുതിയ ഡിസൈനിലാണ് കൊടുത്തിരിക്കുന്നത്. ഹെഡ്ലൈറ്റ്സ് ആണെങ്കിലും നമുക്ക് പുതിയൊരു ഡിസൈനാണ് വരുന്നത്. ഹലോജൻ ആണോ വരുന്നത്? നമുക്ക് ഈ ഒരു വേരിയന്റില് ബൈ ഹാലോജൻ പ്രൊജക്ടർ ഹെഡ് ലാംപ്സ് ആണ് വരുന്നത്. ഓക്കെ, മുകളിലത്തെ വേരിയന്റ്സിലേക്ക് പോകുമ്പോൾ LED പ്രൊജക്ടർ ഹെഡ് ലാംപ്സ് ആയിട്ടാണ് കൊടുത്തേക്കുന്നത്. ഈ ഒരു പ്ലേസിലാണ് LED വരുന്നത്. DRLs വരുന്നതും അതുപോലെ ഇൻഡിക്കേറ്റേഴ്സും അവിടെ തന്നെയാണ് വരുന്നത്. അത്യാവശ്യം പവർഫുൾ ആയിട്ടുള്ള ഹെഡ് ലാംപ്സ് ആണ് വരുന്നത്. നമുക്ക് പുറത്തേക്ക് നല്ലൊരു വിസിബിലിറ്റി, പ്രകാശം തള്ളുന്ന ടൈപ്പ് ഒരു ഹെഡ് ലാംപ്സ് ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ബ്രോ, നമ്മൾ ഇനി സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു നീളമേറിയ സൈഡ് പ്രൊഫൈൽ നമുക്ക് കാണാൻ പറ്റും. നമുക്ക് ടയർ സൈസ് 16 ഇഞ്ചാണ് വരുന്നത്. ഈ ഒരു വേരിയന്റിൽ വീൽ കപ്സ് ആണ് കൊടുത്തേക്കണേ. അലോയ് വീൽസ് ഉള്ള ഓപ്ഷൻസ് നമുക്ക് വേറെ വരുന്നുണ്ട്. പിന്നത്തെ ഒരു വ്യത്യാസം, നമുക്ക് മുന്നേ ഈ ഒരു ഫെൻഡറിലായിരുന്നു ടേൺ ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിരുന്നത്. ഇപ്രാവശ്യം അത് നേരെ മിററിലേക്കാണ്. മിറേഴ്സിലാണ് ഇപ്പോൾ ടേൺ ഇൻഡിക്കേറ്റേഴ്സ് വരുന്നത്. ഓക്കെ, നമുക്ക് ഇത് എങ്ങനെയാണ് പ്രതീക്ഷ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്? നമുക്കൊരു 195 mm ഗ്രൗണ്ട് ക്ലിയറൻസ് ഈ ഒരു മോഡലിൽ വരുന്നുണ്ട്. സെഗ്മെന്റിൽ തന്നെ വീൽ ബേസ് കൂടിയൊരു വേരിയന്റ് ആണ് 3XO വരുന്നത്. 2600 mm ആണ് ഇതിന്റെ വീൽ ബേസ് വരുന്നത്. 2600. ഓക്കെ. അപ്പൊ ഈ ഒരു ബാക്കിലിരിക്കുന്ന കസ്റ്റമേഴ്സ് നമുക്ക് മാക്സിമം കംഫർട്ട് ആയിരിക്കാൻ പറ്റും. അതുപോലെ വണ്ടിയുടെ വീതിയും ഈ ഒരു സെഗ്മെന്റിൽ കൂടുതലാണ്. 1821 mm ആണ് വണ്ടിയുടെ ടോട്ടൽ വീതി വരുന്നത്. 3 പേര് ബാക്കിലിരുന്നാലും നമുക്ക് സുഖമായിരിക്കാം, നെഞ്ചു വെച്ചിരിക്കാൻ പറ്റും. കൺജസ്റ്റഡ് ആയിരിക്കുന്ന ഫീൽ ഒന്നും ഉണ്ടായിരിക്കില്ല. നമുക്ക് 3995 mm ആണ് വണ്ടിയുടെ ടോട്ടൽ നീളം. ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ പുത്തനൊരു ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത്. ആ ഒരു ലൈറ്റിന്റെ ഒരു പ്ലേസ്മെന്റും അതുപോലെ തന്നെ പുതിയൊരു ക്ലാഡിംഗ് ആയിട്ടുള്ള ഒരു ബമ്പറാണ്, റീഡിസൈൻ ബമ്പറാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഈ ഒരു C ഷേപ്പിൽ തന്നെയാണ് ബാക്കിലെ ടൈൽ ലൈറ്റ്സ് വരുന്നത്. അതുപോലെ ഇൻഡിക്കേറ്റേഴ്സ് ഈ ഒരു പോർഷനിലാണ് കൊടുത്തിരിക്കുന്നത്. താഴത്ത് നല്ലൊരു ബ്യൂട്ടിഫുള്ളി ഡിസൈൻ ചെയ്തൊരു ക്ലാഡിംഗ് വരുന്നുണ്ട്. അതുപോലെ തന്നെ സ്കിഡ് പ്ലേറ്റ്സും കൊടുത്തിട്ടുണ്ട്. ആൻഡ് റിവേഴ്സ് സെൻസേഴ്സ് നമുക്ക് ഈ ഒരു ക്ലാഡിംഗിലാണ് ഇന്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം പ്രതീക്ഷ ബ്രോ, ബാക്ക് ആണെങ്കിലും നല്ലൊരു ഗ്രൗണ്ട് ക്ലിയറൻസ് തന്നെ കൊടുക്കാൻ. അതെ, നമുക്കൊരു ഡിപ്പാർച്ചർ ആംഗിളും ഈ പറഞ്ഞ പോലെ ഒരു SUV സ്റ്റാൻഡ്സിലേക്ക്
മുതൽക്കൂട്ടാവുന്ന ടൈപ്പ് ആംഗിളാണ് കൊടുത്തിരിക്കുന്നത്. നമുക്കൊരു 39.6 ഡിഗ്രിയാണ് ഇതിന്റെ ഡിപ്പാർച്ചർ ആംഗിൾ വരുന്നത്. ഓഫ് റോഡിങ് അല്ലെങ്കിൽ കുറച്ച് മോശപ്പെട്ട റോഡിലൂടെ ഒക്കെ പോവുകയാണെങ്കിലും നമുക്ക് അത്യാവശ്യം സേഫ് ആയിട്ട് തന്നെ പോകാൻ പറ്റും. അപ്പോൾ ബ്രോ അതുപോലെ തന്നെ നമുക്ക് ടെയിൽ ഗേറ്റിൽ തന്നെ മഹീന്ദ്രയുടെ ലോഗോന് താഴെയായിട്ട് XUV 3XO എന്നുള്ള ഒരു ബാഡ്ജിങ് നൈസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്, വലുതായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ദൂരെ തന്നെ നമുക്ക് അറിയാൻ പറ്റും ഈ ഒരു മോഡൽ XUV 3XO തന്നെയാണുള്ളത്. സ്പേസ് വരണേ നമുക്ക് അത്യാവശ്യം വലിയൊരു ബൂട്ട് സ്പേസ് തന്നെയാണ് ഈ ഒരു മോഡലിൽ കൊടുത്തിട്ടുള്ളത്. നമുക്ക് 364 ലിറ്റേഴ്സ് വരെ നമുക്ക് ബൂട്ട് സ്പേസ് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ലഗേജസ് നമുക്ക് ട്രോളി ബാഗ്സും കാര്യങ്ങളൊക്കെ വെക്കാൻ പറ്റും. അതുപോലെ തന്നെ സീറ്റ്സ് നമുക്ക് 60-40 റേഷ്യോയിൽ ഫോൾഡബിൾ ആണ്. ലഗേജസ് ഉണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ഈ സീറ്റും അതുപോലെ തന്നെ നമുക്ക് ഫോൾഡ് ചെയ്യാവുന്നതാണ്. ഒരു 4 പേരൊക്കെ ഉള്ളൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലഗേജ് ഉണ്ടെങ്കിൽ ഈ സീറ്റ് ഓപ്പൺ ആക്കി ഈ സീറ്റ് മാറ്റി കഴിഞ്ഞാൽ അങ്ങനെ നമുക്ക് ചെയ്യാൻ അത്യാവശ്യം പറ്റും. ഓക്കെ ഫൈൻ. അപ്പൊ നമ്മുടെ XUV 3XO പുറമേ ഉള്ള വിശേഷങ്ങൾ ഇത്രയാണ് വരുന്നത് അല്ലേ? ഇനി നമുക്ക് ഇന്റീരിയറിലോട്ട് പോയാലോ? ആയിക്കോട്ടെ. ഓക്കെ, നമുക്ക് ഇന്റീരിയറിലേക്ക് വരുമ്പോൾ അപ്പോൾ നമുക്കൊരു ഡ്യുവൽ ടോൺ ആയിട്ടുള്ള ഒരു കളേഴ്സ് ഇന്റീരിയർ ആണ് നമുക്ക് ഈ ഒരു മോഡലിൽ വരുന്നത്. ഒരു വൈറ്റും ബ്ലാക്കും ചേർന്ന ഒരു നല്ലൊരു ഡിസൈനിലാണ് ഇന്റീരിയേഴ്സ് കൊടുത്തിരിക്കുന്നത്. ഒരു ലക്ഷറി ഫീലിംഗ് തന്നെയാണ് കേട്ടോ. അതെ, തീർച്ചയായും. പിന്നെ നമുക്ക് ഈ ഒരു വേരിയന്റിൽ നമുക്ക് ഫാബ്രിക് സീറ്റ്സ് ആണ് വരുന്നത്. അതുപോലെ ഫ്രണ്ടിൽ തന്നെ ആംറസ്റ്റ് കാറിൽ കൊടുത്തിട്ടുണ്ട്. സ്പോർട്ടി ആയിട്ട് ഒരു സ്റ്റിയറിംഗ് വീല് വരുന്നുണ്ട്. അതിൽ തന്നെ നമുക്ക് ഓഡിയോ കൺട്രോൾസും ക്രൂയിസ് കൺട്രോൾ സ്വിച്ചസ് എല്ലാം ഉള്ളൊരു ടൈപ്പ് സ്റ്റിയറിംഗ് വീലാണ് വരുന്നത്. അപ്പോൾ ഇപ്പോൾ നമുക്ക് ഇതിന്റെ സ്റ്റിയറിംഗ് കണ്ടു കഴിഞ്ഞാൽ അത്യാവശ്യം സ്പോർട്ടി ആയിട്ടുള്ള ഒരു സ്റ്റിയറിംഗ് വീലാണ് വരുന്നത്. അതിൽ തന്നെ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ ഓഡിയോ കൺട്രോൾസും റൈറ്റ് സൈഡിലെ ക്രൂയിസ് കൺട്രോൾ സ്വിച്ചസ് എല്ലാം നല്ല ഭംഗിയായിട്ട് തന്നെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് സ്റ്റിയറിംഗ് നമുക്ക് ടിൽറ്റ് അഡ്ജസ്റ്റബിൾ കൂടി ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. എല്ലാം നമുക്ക് വിരൽത്തുമ്പിൽ തന്നെ നമുക്ക് കിട്ടും. നമുക്ക് ഓഡിയോ കൺട്രോൾസ്, സ്റ്റീരിയോയുടെ കൺട്രോൾസ് നമുക്ക് ഇതിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ വണ്ടി ക്രൂയിസ് കൺട്രോളിന് സ്വിച്ചസ് ആണ് നമുക്ക് ഈ ഒരു സൈഡിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ സെന്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഫ്രണ്ട് ആംറസ്റ്റ് സ്റ്റാൻഡേർഡ് ആയിട്ട് എല്ലാ വേരിയൻസിനും അവൈലബിൾ ആണ്. അതിൽ തന്നെ ഒരു സ്റ്റോറേജ് സ്പേസും നമുക്ക് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ 2 കപ്പ് ഹോൾഡേഴ്സ് ഇവിടെ വരുന്നുണ്ട്. അതിന് സൈഡിലായിട്ടാണ് ഹാൻഡ് ബ്രേക്ക്. ദെൻ ഗിയറും നമ്മൾ നീറ്റ് ആയിട്ടൊരു ഡിസൈനിലാണ് കൊടുത്തിരിക്കുന്നത്. ആൻഡ് നമുക്ക് ഇവിടെ ഇപ്പോൾ ഒരു വയർലെസ് ചാർജർ ഫെസിലിറ്റി കൂടെ അവൈലബിൾ ആണ്. മീറ്റർ കൺസോളിലേക്ക് വന്നു കഴിഞ്ഞാൽ അനലോഗ് ആയിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു മീറ്റർ കൺസോൾ ആണ് ഈ ഒരു വേരിയന്റിൽ വരുന്നത്. നമുക്ക് ഫുൾ HD ഡിസ്പ്ലേ സ്ക്രീൻസും നമുക്ക് ഇതിന്റെ ഹയർ ഓപ്ഷൻസിലേക്ക് പോകുമ്പോൾ അവൈലബിൾ ആണ്. ഓക്കെ, അതുപോലെ തന്നെ ഇൻഫോർടൈൻമെന്റ് സ്ക്രീൻ പുതിയൊരു 10.2 ഇഞ്ചിന്റെ HD ഇൻഫോർടൈൻമെന്റ് സ്ക്രീനാണ് ഈ ഒരു വേരിയന്റിൽ കൊടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ ഫെസിലിറ്റീസ് എല്ലാം വയർലെസ് കണക്ടിവിറ്റിയോട് കൂടെ അവൈലബിൾ ആണ്. പിന്നെ ബ്ലൂടൂത്തും ഓൾറെഡി നോർമലായിട്ട് വരുന്ന ഫംഗ്ഷൻസിൽ വരുന്നുണ്ട്. നമുക്ക് ഈ ഒരു സെൻട്രൽ കൺസോൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഒരു കംപ്ലീറ്റ്ലി റീഡിസൈൻ ചെയ്ത ഒരു സെൻട്രൽ കൺസോളാണ് നമുക്കിതിൽ കാണാൻ സാധിക്കുന്നത് വരുന്നത്. അതിന് താഴെ ഹസാർഡിന്റെയും ട്രിപ്പിന്റെയും മറ്റും സ്റ്റിയറിംഗ് മോഡ്സിന്റെ സ്വിച്ചസ് നമുക്ക് കാണാം. താഴെയായിട്ട് AC മോഡുകളും അതിന്റെ കൺട്രോൾസും യൂണിറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ഡാഷ്ബോർഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു പിയാനോ ബ്ലാക്ക് എലമെന്റിലെ ഡയമണ്ട് ഡിസൈൻസ് ആയിട്ട് നമുക്ക് കാണാം. കുറച്ചുകൂടി ഒരു പ്രീമിയംനെസ് ഫീൽ ചെയ്യും ഈ ഒരു ഡിസൈൻ എലമെന്റ് കൊടുത്തതിനാൽ. ബോക്സ് നല്ല സ്പേഷ്യസ് ആണ്. ഉള്ളിലേക്ക് നല്ലൊരു നീളമേറിയൊരു ഗ്ലോ ബോക്സ് ആണ് ഈ ഒരു മോഡലിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇതില് വേറൊരു ചെറിയൊരു ബോക്സ് ആയിട്ട് വന്നിട്ടുണ്ടല്ലോ അല്ലെ? ചെറിയൊരു ട്രേ ആയിട്ട് നമുക്ക് എന്തെങ്കിലും അഡീഷണൽ സാധനങ്ങൾ വെക്കാനുള്ള ഒരു ഓപ്ഷൻ കൂടെ നമുക്ക് പ്രൈസിൽ നമുക്ക് കിട്ടാവുന്ന മികച്ചൊരു വെഹിക്കിൾ തന്നെയാണ് ഈ XUV 3XO പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് നോക്കി കഴിഞ്ഞാൽ സൺറൂഫ് കൂടെ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, പനോരമിക് അല്ല, സാധാ സൺറൂഫ് അല്ലേ? നമുക്ക് ഈ ഒരു വേരിയൻസ് എല്ലാം ഈ ഒരു സിംഗിൾ പെയിൻ സൺറൂഫ് ആണ് വരുന്നത്. ഇതിന്റെ ഫുൾ ഓപ്ഷനിലേക്ക് പോകുമ്പോഴാണ് നമുക്ക് പനോരമിക് സൺറൂഫ് ഒക്കെ ആയിട്ട് വരുന്നത്. പിന്നെ നമുക്ക് ബാക്ക് സീറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു 2600 mm ആണ് ഈ വണ്ടിയുടെ വീൽ ബേസ് വരുന്നത്. അത് ഈ ഒരു സെഗ്മെന്റിലെ ഏറ്റവും നീളമേറിയതായതിനാൽ നമുക്ക് നല്ലൊരു ലെഗ് സ്പേസ് ഈ ഒരു വെഹിക്കിളിൽ അവൈലബിൾ ആണ്. അതുപോലെ 1821 mm ആണ് വീതി വരുന്നത്. കംഫർട്ടബിൾ ആയി തന്നെ നമുക്ക് ഇതിലിരിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഹെഡ് റൂം ആയാലും നമുക്ക് അത്യാവശ്യം ഹെഡ് റൂം അവൈലബിൾ ആണ്. തലയൊന്നും തട്ടുന്നില്ല, ഹമ്പ് ചാടിയാലും തലയിടിക്കാനുള്ള ഒരു പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും വരുന്നില്ല. അതുപോലെ ഹെഡ് റെസ്റ്റ് വരുന്നത് അഡ്ജസ്റ്റബിൾ ആണ്. അതും നമ്മുടെ സൗകര്യത്തിന് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ കംഫർട്ടായി ഇരിക്കാൻ പറ്റും. എല്ലാ വേരിയന്റിലും സ്റ്റാൻഡേർഡ് ആയിട്ട് തന്നെ റിയർ AC വെന്റ്സ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ഫോൺ ഇടാനുള്ള ഒരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. പിന്നെ C-type പോർട്ടും ചാർജ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സാധാരണ ഒരു 12 വോൾട്ടിന്റെ സോക്കറ്റും കൊടുത്തിട്ടുണ്ട്. ചെറിയ വണ്ടിയിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും, എന്തൊക്കെ ഫ്യൂച്ചർ കൊടുക്കാൻ പറ്റും, അത് മഹീന്ദ്ര കണ്ടറിഞ്ഞിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. തീർച്ചയായും സാധാരണക്കാരന്റെ മനസ്സറിഞ്ഞിട്ടാണ് ഇത്രയധികം ഫീച്ചേഴ്സ് നമുക്ക് എല്ലാ വേരിയൻസിലായിട്ട് ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ബ്രോ, ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ പറയാനുണ്ട്, വണ്ടിയുടെ സേഫ്റ്റി. ഇപ്പോ വണ്ടി എടുക്കുന്ന ഏതൊരു ഉപഭോക്താവിന്റെയും ചിന്തയാണ് വണ്ടിക്ക് എത്രത്തോളം സേഫ്റ്റി ഉണ്ടെന്നുള്ളത്. ആ കാര്യത്തിൽ മഹീന്ദ്ര ഒരു കോംപ്രമൈസിനും തയ്യാറല്ല. നമുക്ക് ഈ വണ്ടിയുടെ ബേസ് വേരിയന്റ് മുതൽ തന്നെ 6 എയർ ബാഗ്സ് സ്റ്റാൻഡേർഡ് ആണ്. അതുപോലെ തന്നെ 4 വീൽ ഡിസ്ക് ബ്രേക്സും ABS-ഉം ESP-യും എല്ലാം ഈ ഒരു വെഹിക്കിളിൽ സ്റ്റാൻഡേർഡ് ആയിട്ട് ബേസ് മോഡൽ മുതൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അതിനാൽ തന്നെ ഏറ്റവും സുരക്ഷിതമായ ഒരു വെഹിക്കിൾ തന്നെയാണ് XUV 3XO.
ഇപ്പൊ നമ്മുടെ XUV 3XO-ന്റെ ഇന്റീരിയർ ആയാലും ഔട്ട്ഡോർ ആയാലും നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് അതിന്റെ വേരിയൻസിലേക്ക് വന്നാലോ? ഓക്കെ, എത്ര വേരിയൻസ് ആണ് നമുക്ക് XUV 3XO വരുന്നത്? നമുക്ക് ഈ ഒരു XUV 3XO-ല് MX-ഉം AX-ഉം സീരീസ് ആയിട്ട് 9 വേരിയൻസ് ടോട്ടൽ വരുന്നുണ്ട്. ഓക്കെ, MX സീരീസ് നമുക്കൊരു 5 വേരിയന്റും AX സീരീസിൽ 4 വേരിയൻസ് ആയിട്ടാണ് കമ്പനി കൊടുത്തിരിക്കുന്നത്. അതിൽ തന്നെ നമുക്ക് പെട്രോള്, ഡീസല്, മാനുവൽ, ഓട്ടോമാറ്റിക് എല്ലാം അവൈലബിൾ ആണ്. ഓട്ടോമാറ്റിക് ആണ് നമുക്ക് ടോർക്ക് കൺവേർട്ടർ ഓട്ടോമാറ്റിക്കും AMT ട്രാൻസ്മിഷൻസും അവൈലബിൾ ആണ്. കസ്റ്റമർ ഇഷ്ടാനുസരണം ഏത് വേണമെങ്കിലും അവർക്ക് അത് ചൂസ് ചെയ്യാം. XUV 3XO നമുക്ക് 8 ആകർഷകമായ കളേഴ്സിൽ വരുന്നുണ്ട്. ഒന്ന് നമ്മൾ ഈ കാണുന്ന ബ്ലാക്ക് ആണ്, പിന്നെ വൈറ്റ് വരുന്നുണ്ട്, അതുപോലെ സിൽവർ, ഡീപ്പ് ഫോറസ്റ്റ്, ടാങ്കോ റെഡ്, ഡ്യൂൺ ബേജ്, പിന്നെ സിട്രിക് യെല്ലോ എന്ന് പറഞ്ഞ ഒരു കളർ കൂടെ നമുക്ക് ഇതിൽ വരുന്നുണ്ട്. നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് ബ്ലാക്ക് ആണ്. നമുക്ക് ഈ ഒരു XUV 3XO 7,49,000 മുതൽ 15,49,000 വരെയാണ് വണ്ടിയുടെ ഷോറൂം പ്രൈസസ് വരുന്നത്. നമ്മുടെ XUV 3XO-ന്റെ കൂടുതൽ കാര്യങ്ങൾ അറിയണമെങ്കിൽ നമ്മുടെ സെയിൽസ് എക്സിക്യൂട്ടീവ് ആയിട്ടുള്ള പ്രതീഷ് ബ്രോയുടെ നമ്പർ നമ്മുടെ ഈ ഒരു വീഡിയോയിൽ ഉണ്ടാവും, നിങ്ങൾക്ക് വിളിക്കാം. നിങ്ങൾക്ക് ഷോറൂമിലേക്ക് വരാം. നമ്മുടെ ഷോറൂമിലേക്ക് വന്നാൽ നമ്മുടെ ഈ ഒരു പുതിയ പ്രോഡക്റ്റ് XUV 3XO നിങ്ങൾക്ക് കാണാം. അതുപോലെ തന്നെ ടെസ്റ്റ് ഡ്രൈവ് നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വണ്ടി കണ്ടും ഓടിച്ചും അനുഭവിച്ചറിയാനുള്ള ഒരു എക്സ്പീരിയൻസ് നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. അതിനുശേഷം നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാം ഈ ഒരു വണ്ടി വർത്താണോ അല്ലയോ എന്നുള്ളത്. തീർച്ചയായും സന്തോഷം. നമ്മുടെ XUV 3XO-ന്റെ വിശേഷങ്ങളായിരുന്നു. ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക, പിന്നെ ആ ബെൽ ബട്ടൺ അമർത്തി ചോട്ടി പിടിച്ചോളൂ. ഞാൻ നിങ്ങളുടെ സ്വന്തം അബൂക്കെ വ്ലോഗ്സ് അഭിലാഷ്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.